ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് ടാരോനോട് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാൻ എന്ത് ഗൈഡൻസാണ് തരാൻ പറ്റാമെന്ന് ചോദിച്ചു നോക്കാം അല്ലേ. എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ദേഷ്യം. ഭയങ്കര ദേഷ്യമാണ് എല്ലാവർക്കും. നമ്മുടെ ലൈഫിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ്, ഭയങ്കര ദേഷ്യക്കാരാണ്. പൊതുവെ എല്ലാവരും ഭയങ്കര ദേഷ്യക്കാരാണ്. ഞാൻ വളരെ കുറച്ച് പേരെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായി ചിരിച്ച് ഇരിക്കുന്ന കണ്ടിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും തന്നെ ദേഷ്യക്കാരാണ്. പക്ഷെ ഞാൻ നല്ല പോസിറ്റീവായിട്ടോ, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ആരെന്ത് പറഞ്ഞാൽ നെവർ മൈൻഡ്, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, എനിക്ക് എൻ്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ലല്ലോ. ദേഷ്യം മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഗൈഡൻസ് എടുത്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രേ ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു സജഷൻ ടാരോനോട് ചോദിക്കുക. എൻ്റെ ദേഷ്യം കുറയാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ടാരോ എന്ന് ചോദിക്കുക കേട്ടോ. നമുക്ക് ഷഫിൾ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ വേദനിപ്പിച്ച ഓർമ്മകളുടെ ഭാരം കുറയ്ക്കുക, അതാണോ നിങ്ങളുടെ ദേഷ്യത്തിന് കാരണം? ടാരോ അങ്ങനെയാണ് പറയുന്നത്. എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എട്ടിൻ്റെ പണി എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കടുത്ത വേദന, ഒരു കടുത്ത നിരാശ നിങ്ങളിലുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ എന്തോ നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് അത് കിട്ടാതെ ലഭിക്കാതെ പോയിട്ടുണ്ട്. മായാതെ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും അത് അലട്ടുന്നുണ്ട്. അതിൻ്റെ വേദന ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ, കോപത്തിൻ്റെ ഒരു കാരണം അതാണെന്നാണ് ടാരോ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ വേദനിപ്പിച്ച ഓർമ്മകളുടെ ഭാരം അത് കുറയ്ക്കുക. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളേറെ വേദനിപ്പിച്ച ഒരു കാര്യം? അതെനിക്കറിയില്ല. അത് എന്ത് തന്നെ ആയാലും അത് കുറയ്ക്കുക, ലെറ്റ് ഗോ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ മനുഷ്യനാണെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞേക്കുന്നത്. നമ്മൾ ഓരോ ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ മരണമാണ്. നമ്മളൊന്നും അറിയണില്ല അല്ലേ. എവിടെ കിടന്നോന്നോ എന്തോന്നോ ഒന്നും അറിയില്ല. നമുക്ക് ആ സമയത്ത് ഒരു 6-7 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ എന്താ നമുക്ക് ബോധമുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ കിടക്കുകയാണ്. അത് തന്നെയാണ് മരണം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിനെ വിട്ടേക്കുക. പുതിയത് ഓരോ ദിവസവും ന്യൂ ബിഗിനിങ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ. അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. മെഡിറ്റേഷൻ പ്രാക്ടീസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ദേഷ്യപ്പെട്ടതുകൊണ്ട് എന്താ ബലം? ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു ബലമില്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമുക്കത് വരുത്തുന്നത് സൈഡ് എഫക്ട്സ് മാത്രമാണ്. നമ്മുടെ ശരീരത്തിനായിക്കോട്ടെ, മനസ്സിനായിക്കോട്ടെ, ചിന്തകൾക്കായിക്കോട്ടെ. അതുകൊണ്ട് ഒരു ഗുണവുമില്ല ആ ദേഷ്യം കൊണ്ട് കേട്ടോ. എന്തിനാ പിന്നെ അത് വെറുതെ? നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വികാരം എന്തിനാ നമ്മളിലേക്ക് വെറുതെ അടിച്ചേൽപ്പിച്ച് നമ്മളത് ഇങ്ങനെ സ്വരുക്കൂട്ടി സൂക്ഷിച്ച് വെക്കുന്നത്? സത്യം പല്ലി ചിലയ്ക്കുന്നു. ഇതൊരു നിമിത്തമാണ്. നമ്മളിപ്പോൾ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ ഇത് ടാരോ ആണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാം നമ്മൾ നിമിത്തങ്ങളൊക്കെ നോക്കും. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു മെസ്സേജ് അല്ലേ. അപ്പോൾ പ്രപഞ്ചം നമുക്ക് ചില ഹിന്റ് തരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏറെ വേദനിപ്പിച്ച കാര്യങ്ങൾ എന്തിനാണ് വെറുതെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്നത്? അതുകൊണ്ട് എന്തുകൊണ്ട് ഒരു ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്തിനാ അങ്ങനത്തെ ഒരു ദേഷ്യം? വെറുതെ ഒരു ദേഷ്യം. ഒരു ദേഷ്യത്തിൽ നമ്മുടെ എന്തോരം കോശങ്ങളാണ് നശിച്ചു പോകണമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കുറേ വ്യതിയാനങ്ങൾ സംഭവിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ദേഷ്യം കൊണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്കൊരു ഉപകാരമില്ലാത്ത, നമുക്ക് ദുരിതം മാത്രം തരുന്നൊരു വികാരത്തിന് എന്തിനാണ് നമ്മൾ വെച്ചുകൊണ്ട് നടക്കുന്നത്? അതിനങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ വിഷമിപ്പിച്ച കാര്യങ്ങൾ, ഏറെ വേദനിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം, പെയിൻഫുള്ളായിരിക്കാം, അത് ഉറപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടാരോ വരില്ല. എന്ത് തന്നെ ആയാലും അത്രയേ ഉള്ളൂ. ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം, അത്രയേ ഉള്ളൂ. ക്ഷമിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ.